നമസ്കാരം, എല്ലാ സതൺ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ഇന്ന് സതൺ മെനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തേങ്ങാ ചമ്മന്തിയാണ്. വറുത്തരച്ച തേങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വറുത്തരച്ച തേങ്ങാ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് ചുട്ടരച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഏകദേശം ഒരു 4 മുതൽ 5 എടുക്കാം. എരിവിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. വറ്റൽമുളക് ഞാനിപ്പോൾ ഇവിടെ 4 എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ ഒരു പിടി കറിവേപ്പില, ഒരു 4 or 5 ചെറിയ ഉള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം പുളി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടത്. പിന്നെ മെയിനായിട്ട് നമ്മുടെ തേങ്ങ ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ചെറിയൊരു അളവിലാണിത് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ വലിയ അളവിൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അളവിലൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. മെയിനായിട്ട് നമ്മുടെ ചുവന്ന മുളകിൻ്റെയൊക്കെ അളവിൽ വ്യത്യാസം വരുത്താം, പുളിയൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിത് വറുത്തരച്ച ചമ്മന്തിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചുട്ടരക്കുവാണെങ്കിൽ നമ്മൾ തേങ്ങ ചുട്ടിട്ടെടുക്കുക. ഇതിപ്പോൾ വറുത്താണ് ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ എണ്ണ ഒഴിച്ച് തേങ്ങ വറുത്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പാൻ ചൂടാക്കുക. പാനിനകത്തേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ആദ്യം ഉണക്കമുളക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഉണക്കമുളകും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഞാൻ ചെറിയുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ആ ചെറിയുള്ളിയുടെ ആ ഒരു പച്ച ടേസ്റ്റ്, പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു ചെയ്തത് ഒരു മീഡിയം എരിവിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ച് കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചുവന്ന മുളക് ചേർക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് അതിൽ തന്നെ ഉപ്പ് കൂടെ ചേർക്കുക, അതേപോലെ പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിനി ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് നല്ല ബ്രൗൺ കളറായി നമ്മൾ കറിക്കൊക്കെ അരയ്ക്കുന്ന പോലെ ഒന്നും ബ്രൗൺ കളർ ആവണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണവും ഒക്കെ മാറി ഒന്ന് വറുത്ത് ഫ്രൈ ആയി വരുന്ന ആ ഒരു പാകം മതിയാവും. ഏകദേശം ഈ ഒരു പരുവം. ഒരുപാടൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമ്മളിതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ അരച്ചെടുക്കുക. അപ്പോൾ വെള്ളം ചേർക്കാതെ പൊടിയായിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അരച്ചെടുക്കുന്നത്. അഥവാ നിങ്ങൾക്ക് പൊടിയായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷം നമ്മളൊന്ന് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ പുളി കുറവാണെന്നുണ്ടെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ അത് നമ്മുടെ വറുത്തരച്ച തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കഞ്ഞിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.